ഇന്ന് നമുക്ക് കുറച്ച് ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കി നോക്കിയാലോ. സോ ഇതിന് വേണ്ടിയിട്ട് വീട്ടിൽ ഉപയോഗിക്കാത്ത ഏതെങ്കിലും പഴയ ഫ്രൈ പാൻ വേണം. പിന്നെ കോൺഫ്ലോർ, വിനാഗിരി, ഏതെങ്കിലും ഒരു ഓയിൽ, പിന്നെ നമ്മൾ ഫെവിക്കോൾ പോലത്തെ വൈറ്റ് PVA ഗ്ലൂ. ആദ്യം കോൺഫ്ലോറും PVA ഗ്ലൂവും ഏകദേശം ഒരു ഈക്വൽ അളവിൽ മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം വിനാഗിരിയും ഓയിലും ആഡ് ചെയ്യാം. ബേബി ഓയിൽ തന്നെ വേണം നിർബന്ധമില്ല കേട്ടോ. വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ക്രീം പരുവത്തിൽ ഇതുപോലെ ആക്കിയെടുക്കണം. നല്ല വൈറ്റ് കളർ കിട്ടാൻ വേണ്ടി കുറച്ച് വൈറ്റ് അക്രലിക് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി ഇതുപോലെ ക്ലമ്പ് പോലെ ആക്കിയെടുക്കണം. ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ സെറ്റ് ആയിട്ടോ. നമ്മളെ വിരലിൽ ഒട്ടിപ്പിടിക്കും, പക്ഷെ ഉള്ളം കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചെറിയ കുട്ടികളാണെങ്കിൽ പാരന്റ്സിന്റെ ഹെൽപ്പോട് ചെയ്താൽ മതി കേട്ടോ. ഇനി ആ മാറ്റിൽ ഇത്തിരി കോൺഫ്ലോർ ഇട്ടിട്ട് ഇത് ചൂടോടെ തന്നെ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ സ്റ്റിക്ക് ആവാത്ത രീതിയിലായി കിട്ടും. ഇനി മൊത്തത്തിൽ സെറ്റായി നോക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ ടിയർ ഡ്രോപ്പ് പോലെ ഇങ്ങനെ വലിഞ്ഞു വരും. ഇനി അതിന്റെ സർഫസിൽ ഇത്തിരി ഓയിൽ തടവിയിട്ട് ഒരു ക്ലിംഗ് റാപ്പിൽ റാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് ഒരു എയർ കടക്കാൻ ചാൻസ് ഇല്ലാത്ത പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ 5-6 മാസമൊക്കെ നിൽക്കും കേട്ടോ. ഇനി ഇത് വർക്ക് ആവുമോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനിത് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു കിച്ചനാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇനി ഈ ഒരു മെത്തേഡ് പറ്റാത്തവർ താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു മെത്തേഡിലല്ലാതെയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റ് സബ്സ്ക്രൈബും മറക്കണ്ട.